നല്ല ചീത്ത പേരാ. ഒന്ന് കളഞ്ഞു. ചന്ദ്രൻ പറഞ്ഞിട്ടില്ലേ? വേഗാവട്ടെ. ശിവണ്ണ ഒരു മിനിറ്റ്. അണ്ണ മറ്റടുത്ത പരിപാടി കാണിക്കില്ല. ഞങ്ങളെ കൊണ്ടൊരാളെ കൊല്ലാനൊന്നും പറ്റൂല. നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത് 3 പേരെ കൊന്നിട്ടുണ്ട്, വലിയ പുള്ളികളാണത്. ഒരു ജോലി കിട്ടാൻ വേണ്ടി ചില കള്ളത്തരങ്ങളൊക്കെ പറയില്ലേ? സാമ്പത്തിക പ്രതിസന്ധി അല്ലേ? എന്റെ പൊന്നെണ്ണ, കോഴിയെ കൊല്ലുന്ന കണ്ടിട്ട് ചിക്കൻ തീറ്റി വരെ നിർത്തിയവനെ. കൊച്ചപ്പ, നിങ്ങൾ ചന്തലോട്ട് ചെല്ലി 4-5 കോഴി എന്ന് ഇറക്കണം. കോഴി എന്താണ് നമുക്ക് മുട്ടനാടിനെ പഠിക്കാം. ഇന്ന് കേസ് ദിവസമല്ലേ? അതെ. നാട്ടറച്ചി ബിരിയാണി, കച്ചപ്പറും പപ്പടവും. വല്ലാത്ത പഴയന്മാരെ തൊള്ളത്തോർത്തൊരു കോഴി ഒരുത്തൊരു മുട്ടനാണ്. കൊച്ചാപ്പ, ഈ കൊച്ചാപ്പക്ക് പിള്ളേരുടെ സ്വഭാവോ? ചില തെണ്ടി പിള്ളേരുടെ ഒന്നുമില്ല. എന്ത് പറ്റിയടാ ഇവൾക്ക്? എന്തോ കണ്ട് പേടിച്ചതാ. അത് എന്തോ കണ്ട് പേടിച്ചതാ. ഇടാപ്പനോട് കൂട്ടാൻ ചങ്കുറപ്പില്ല, അത് പറ. അല്ല ഇതെന്താ 2 നേരം വർക്കൗട്ടൊക്കെ? പഴയതുപോലെ സ്റ്റാമിന ഇല്ലടാ, സ്റ്റാമിന കൂട്ടണം. അപ്പാ സ്റ്റാമിന കൂട്ടിക്കോ, പക്ഷെ ആളുടെ എണ്ണം കൂട്ടരുത്. വീട്ടിൽ ഇനി ഒരു സസ്പെൻഷനും കിട്ടിയ മത്തിക്കച്ചവടത്തിന് പോവാം. വീട്ടിലെ നമ്പർ എഴുതി കൊടുത്തിട്ടേ സ്ഥലം വിടാൻ നോക്ക്. ഫ്രണ്ട്സെങ്ങാനും വീട്ടിലേക്ക് വിളിച്ച് അലമ്പാക്കുവോ? അലമ്പാക്കാൻ നിങ്ങളുടെ അലമ്പാക്കട്ടെ. എന്തായാലും എന്റെ വീട്ടിലേക്ക് ഫോൺ പോകത്തില്ല. അതെന്താ? തരുണിന്റെ ഫോൺ നമ്പറല്ലേ ഞാൻ കൊടുത്തേ. കളിക്കാരാ ഞാൻ കൊടുത്തതേ നിന്റെ വീട്ടിൽ നമ്പറോ? നിനക്ക് എവിടെ നിന്നാ 1 ലക്ഷം രൂപ? അച്ഛൻ പറഞ്ഞ വഴി കൂടെ തന്നെ ഉണ്ടാക്കിയത്. വഴി കാണിച്ചു തന്നതിന് നന്ദി പറയാൻ വേണ്ടി വന്ന ഇപ്പൊ. ഞാൻ കാണിച്ച വഴി? ഏത് വഴി? മോഷ്ടിക്കാൻ പറഞ്ഞില്ലേ? മോഷ്ടിച്ചു. ഒരിടത്ത് കുറച്ച് കാശ് ഇരിപ്പുണ്ടെന്നറിഞ്ഞു. രാത്രി തന്നെ അവിടെ വലിഞ്ഞു കയറി. ഭാര്യയും ഭർത്താവും നല്ല ഉറക്കമായിരുന്നു. തലേന്റെ അടിയിൽ നിന്ന് താക്കോലെടുത്തു, സേഫ് തുറന്നു, കാശെടുത്തു. തലേന്റെ അടിയിൽ തന്നെ താക്കോല് വെക്കുകയും ചെയ്തു. അവര് നിന്റെ പേര് കേസ് കൊടുത്തു കാണും. അറിഞ്ഞിട്ടില്ല, ഇനിയിപ്പോ അറിയാൻ പോകുന്നേ ഉള്ളൂ. എവിടെന്നാ മോനെ നീ മോഷ്ടിച്ചത്? ഇവിടുന്ന് തന്നെ. വൈകിട്ട് പോയവൻ എങ്ങനെയാണ് രാത്രി അവിടെ നിന്ന് ഫോൺ ചെയ്യുന്നത്? അയ്യോ, അത് ഗോവിന്ദൻകുട്ടി. ഗോവിന്ദൻകുട്ടി അങ്ങനെ ഒരുത്തും കൂടെ ഉണ്ടല്ലോ. അവനെവിടാ? ഗോവിന്ദൻകുട്ടി ബോംബെ പോയാൽ ഇങ്ങോട്ട് വരട്ടാ. അതുവരെ നീക്ക് ഇവിടെ നിൽക്ക്, ശരിയാക്കി തരാൻ ഞാൻ. ഗോവിന്ദൻകുട്ടി ബോംബെ പോയെന്ന് നീ എന്തിനാ പറഞ്ഞത്? വെറുതെ അവനോട് എന്തിനാ അടി മേടിച്ചു കൊടുക്കുന്നത്? എന്നാ പിന്നെ നമ്മൾ ബോംബെ പോയിരിക്കാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നു? എന്തേ അങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. അത് സമ്മതിക്കാൻ എന്താ എത്ര താമസം? ആളെ പറ്റിക്കാവുന്ന പോടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു. സോറി, ഈ ആട്ടോക്കാരനാ. അറിയാതെ സംഭവിച്ചു പോയതാണ്. സാരമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഒന്നുകൂടെ തരട്ടെ. എന്താണ്? ആണോ? ആ ശരി, ഒരു അത്യാവശ്യ കാര്യം. എന്താ വീട്ടിലുള്ള കുഴപ്പമുണ്ടോ? ഒന്നുമില്ല, ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല? ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ മനസ്സിലായി. കൂട്ട് വേണം. ഇപ്പൊ സകല തെണ്ടികൾ കൂട്ടിട്ട് നടക്കണം. ആനന്ദായിട്ടാ
ഗംഗാജലം അത്. സ്നാനം സ്നാനം സ്നാനം. പെണ്ണ് ഗർഭിണിയാന്ന് പറഞ്ഞാലും ഒറ്റ പോലെ കാശും കണ്ടോണ്ട് വന്നവൻ തിരിച്ചു പോണൊന്നുമില്ല. ഗർഭോ? ആരുടെ ഗർഭം? ഓ, ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോ നീ അതിനെ കയറി പിടിക്കില്ലേ? ഉദാഹരണം പറഞ്ഞാണല്ലേ എന്റെ ഉള്ളാന്തി പോയിന്നേ. അവക്ക് ഞാൻ വഴി അല്ലാണ്ട് വേറൊരു ഗർഭം. ഓ, ചിന്തിക്കാണ്ട് പറ്റില്ല. അല്ലടാ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡിയാ. സോറി. എന്താ ഒന്നുമില്ല. അല്ല എന്തോ ഉണ്ട്. പിന്നെ നീ എന്തിനാ സോറി പറഞ്ഞേ? എന്താ സൂര്യ, ഇങ്ങനെയാണോ നിന്നെ ഞാൻ വളർത്തിയിരിക്കണേ? മുതിർന്നവരോട് സോറി പറയുമ്പോ കാല് തൊട്ട് വന്ദിക്കണ്ടേ? ചെല്ല്, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. അമ്മേ പ്ലീസ്. ചെല്ലു മോനെ, അങ്ങളുടെ കാല് തൊട്ട് വന്ദിക്ക്. ഞാൻ പഠിപ്പിച്ചതൊക്കെ നീ മറന്നോ? സോറി. ഒന്ന് പറയൂന്ന്. നിന്റെ അമ്മയ്ക്ക് പ്രാന്താടാ. ഇതങ്ങനല്ല, ഇതാണാ. ആണായിട്ടോ പെണ്ണായിട്ടോ ജനിച്ചിട്ട് കാര്യമില്ല, അതുപോലെ ജീവിക്കണം. ദേ, നിന്റെ അമ്മ ജനിച്ചപ്പോ എല്ലാരും പറഞ്ഞത് പെണ്ണാണെന്നാ. അല്ല, അച്ഛൻ ജനിച്ചപ്പോ എല്ലാവരും ആണാണെന്നും പറഞ്ഞില്ലേ? ബ്രിട്ടോളി, ബ്രിട്ടോളി. ശരിയാണ്, ബ്രിട്ടോളി കമ്പനിയുടെ മാനേജറാണ് ഞാൻ. അതുകൊണ്ട് ബ്രിട്ടോളി എന്ന് വിളിച്ചാൽ എനിക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല, മറിച്ച് അഭിമാനമാണ്. ബ്രിട്ടോളി, ബ്രിട്ടോളി തന്നെയാണോ?